ഇതേവരെ ഈ സദസ് നോക്കിയാൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. 10,000 ഒഴുകിയെത്തുന്നു. അത് സർക്കാർ നൽകുന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട് എന്നതാണ്. ഒഴുകിയെത്തിയ ആയിരങ്ങളിൽ കുറച്ചധികം പേർ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ്. അവരിൽ ചിലരെയൊക്കെ നവകേരള വേദിയിലേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെയാണ്. വാർഡ് 12 മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കണം. അത് പങ്കെടുപ്പിക്കേണ്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ മാറ്റുമാർക്ക് വേണമെന്നാണ് പറയാനുള്ളത്. പങ്കെടുക്കാതിരുന്നാൽ അത് പിന്നീടുള്ള കാര്യങ്ങൾ കുറച്ച് ഗൗരവമാവും. അത് മെമ്പർ രൂപത്തിനോട് പറയണം. പിന്നെ മാസ്റ്റോൾ അടിക്കാനാണ് പുതിയ പണി ഡിമാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ട് 12 വാർഡിലേക്ക് വരണ്ട. അത് പ്രത്യേകം പറയുക, നിങ്ങൾ എങ്ങനെ എടുത്താലും വേണ്ടില്ല, സർക്കാർ പരിപാടിയാണ്. മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും അതിൽ പങ്കെടുക്കണം. വേദി നിറയ്ക്കാൻ മാത്രമല്ല, നവകേരളത്തിൻ്റെ ചെലവിലേക്കുള്ള പിരിവിനും കുടുംബശ്രീക്കാരെ ചിലരൊക്കെ ഭീഷണിപ്പെടുത്തി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ ചടങ്ങിന്റെ ചെലവിലേക്കായാണ് 250 രൂപ. ഏതെങ്കിലും കുടുംബശ്രീകൾ ഇത് തരാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ RKLSന്റെ സബ്സിഡി വന്നതും RF കിട്ടിയതും കൊറോണ സബ്സിഡി വന്നതും ഇത് കൈപ്പറ്റിയിരിക്കുന്ന 15 അയൽക്കൂട്ടക്കാരും ഇതിന്റെ 250 രൂപ അതിനകത്തെ പലിശ ഇനത്തിൽ തന്നാൽ മതി. ഇത് 250 രൂപ എല്ലാ കുടുംബശ്രീയും തന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. നവകേരള സദസ്സിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ വകുപ്പുകൾ ഇറക്കിയ ഉത്തരവുകളുടെ പകർപ്പെടുക്കണമെങ്കിൽ കുറച്ചധികം പേപ്പറുകൾ ചെലവാകും. അതുകൊണ്ട് ആ സാഹസത്തിന് മുതിരുന്നില്ല. ഞായറാഴ്ച നവകേരള സദസ്സ് നടന്ന പത്തനംതിട്ട ജില്ലയിലെ ചില വകുപ്പ് മേധാവികൾ രസകരമായ ഒരു ഉത്തരവിറക്കി. നവകേരള സദസ്സിൽ നിന്നുള്ള സെൽഫി ഉദ്യോഗസ്ഥർ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണമെന്ന്. അവധി ദിവസവും ഉദ്യോഗസ്ഥർ നവകേരള സദസ്സിൽ പങ്കെടുത്തെന്ന് ഉറപ്പുവരുത്താനായിരുന്നു സെൽഫി. ഇതൊക്കെ കൊണ്ട് മാത്രമാണ് നവകേരള സദസ്സിലേക്ക് ആളുകൾ എത്തിയതെന്ന തെറ്റിദ്ധാരണയൊന്നുമില്ല. ആളുകളെ കൂട്ടിയതിന് പിന്നിൽ ഇങ്ങനെയും ചിലത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞെന്നേയുള്ളൂ. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.